ചില ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം യേശു മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനം നമുക്ക് നൽകുകയാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്നും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറയുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് തരും. എന്തിനാണ് ഈശോ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഈശോ നമുക്ക് നടത്തി തരുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ വ്യക്തമായ ലക്ഷ്യം ഈശോ തന്നെ പറയുന്നുണ്ട്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും നൽകുന്നത് എന്നർത്ഥം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവ മഹത്വത്തിനായിട്ട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കണം എന്നുള്ളതാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം വഴി നീ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് നീ ഈ ഒരു നിയോഗം എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സുവിശേഷത്തില് ഈശോ നമുക്കൊരു വാഗ്ദാനം നൽകുകയാണ്. ദൈവമഹത്വത്തിനായിട്ട് നിങ്ങൾ ചോദിക്കുന്നതും ഞാൻ നൽകും, അല്ലെ? നിങ്ങൾ ചോദിക്കുന്നതും ദൈവമഹത്വത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ ഇങ്ങനെയൊന്ന് റീഡയറക്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ നിയോഗങ്ങളും ദൈവ മഹത്വത്തിനായിട്ട് സാധിച്ചു തരണമേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർപ്പണം.